പിന്നെ ഉമ്മാക്ക് സുഖമില്ലായ്മ, സിസ്റ്റേഴ്സിനെ കല്യാണം കഴിച്ചയച്ചു. പിന്നെ ഉമ്മാരുടെ അടുത്ത് ആരില്ലാതിരിക്കുന്ന സമയം. അപ്പോൾ എല്ലാവരും നിർബന്ധിപ്പിച്ചു, കല്യാണം കഴിച്ചു. കല്യാണം നോക്കുന്ന സമയത്ത് എനിക്കൊരു അകന്ന റിലേഷൻ തന്നെ, എനിക്കൊരു റിലേഷൻ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു റിലേഷൻ. അങ്ങനെ ഒരു കല്യാണത്തിന് വന്നപ്പോൾ കണ്ടിഷ്ടപ്പെട്ടു. അതൊക്കെ ഒരു സ്റ്റോറിയാണ്, ഞാൻ പറയാം. സ്റ്റോറി പറയുമ്പോ പറ. ഇപ്പൊ ഞാൻ പറയുന്നതേ, എൻ്റെ മോന് 18 വയസ്സ്. അവനൊരു ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി, BCA ഫസ്റ്റ് ഇയറിന് ഞാൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കൊണ്ട് ചേർത്തു. ഇനി അവനൊരു 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷം കൊണ്ട് അവൻ മറ്റേ ഇതിൽ കയറും. 4 വർഷം 5 വർഷത്തിനകത്ത് അവൻ ജോലിക്ക് കയറും. ഞാൻ സേഫായില്ലേ, എനിക്കൊരു സഹായിയായില്ലേ. അപ്പോഴേ എനിക്ക് അല്ലാന്നുണ്ടെങ്കിൽ നല്ല ആലോചിച്ച് നോക്കിയേ, നമ്മൾ 50-ാമത്തെ വയസ്സിൽ, 55-ാമത്തെ വയസ്സിൽ, 60-ാമത്തെ വയസ്സിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. താഴെ ഒരു കുട്ടിയുണ്ട്, നല്ലൊരു സഹായിയായില്ലേ. നമ്മൾ എല്ലാത്തിനും സമയമുണ്ട് നമുക്ക്. ഞാൻ നിങ്ങളോട് ഒന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയുന്നത്. അല്ല, ഞാൻ ഒന്നുമില്ല. അല്ല, എന്ത് പറയാൻ പാടില്ലാത്ത? നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമാണ്. ഇല്ലിക്ക പറ. അതുകൊണ്ടല്ല, ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങള് ഇതിന്റെ അപ്പുറത്തോട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിലവിൽ കുട്ടികളുടെ കാര്യം നമുക്കൊരു നിങ്ങൾ പരസ്പരം തണലാകുന്നുണ്ട്, അത് ആവശ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് 2 പേർക്കും വേറെ കുറെ തണലുകൾ വേണം. ഞങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ ഞാൻ പറഞ്ഞു, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങൾ പോലും തിരിയുന്ന കാലാണ്. സൂക്ഷ്മം കണ്ടു വേണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ.